നല്ലൊരു ഡിജിറ്റൽ മാർക്കറ്റർ ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ലൊരു മാർക്കറ്റർ ആയിരിക്കണം. ഓക്കെ, ഇനി നല്ലൊരു മാർക്കറ്റർ ആണെങ്കിൽ കുറച്ച് ക്വാളിറ്റീസ് ഒക്കെ ഉണ്ട്. അതെന്താണെന്ന് പറഞ്ഞുതരാം. ഫസ്റ്റ് ഓഫ് ഓൾ, നിങ്ങളുടെ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടുള്ള നോളേജ് അത് നല്ല പോലെ നിങ്ങൾക്ക് വേണം. ഓക്കെ, പ്രൊഡക്റ്റ് എന്തോ ആവട്ടെ, പ്രൊഡക്റ്റോ സർവീസോ വാട്ട് എവർ ഇറ്റ് മേ ബി, ബട്ട് പ്രൊഡക്റ്റ് നോളേജ് അല്ലെങ്കിൽ സർവീസ് നോളേജ് ഇത് മസ്റ്റ് ആയിരിക്കും നിങ്ങൾക്ക്. സെക്കൻഡ് വൺ, കസ്റ്റമറിനെ കുറിച്ച് ഒരു നല്ലൊരു ധാരണ. ഇപ്പോൾ നിങ്ങളുടെ കസ്റ്റമേഴ്സ് ഏത് പ്ലാറ്റ്ഫോമാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്, അവരെവിടെയാണ് യൂസ് ചെയ്യുന്നത്, അവർക്ക് എന്താണ് ആവശ്യം എന്നുള്ളതെല്ലാം നിങ്ങൾക്ക് അറിഞ്ഞിരിക്കും. തേർഡ് പോയിന്റ്, അവരുടെ കസ്റ്റമേഴ്സിൻ്റെ പെയിൻ പോയിന്റ് മനസ്സിലാക്കിയിരിക്കുക. അവർക്ക് ആവശ്യം എന്താണ്, ഈ പ്രൊഡക്റ്റോ സർവീസോ അത് സോൾവ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ, ഇനി ഫോർത്ത് വൺ, നിങ്ങളുടെ സർവീസിൻ്റെ അല്ലെങ്കിൽ പ്രൊഡക്റ്റിൻ്റെ യുണീക്ക് സെല്ലിംഗ് പോയിന്റ് എന്താണെന്ന് നിങ്ങൾ ക്ലിയർ ആക്കി വെച്ചിരിക്കണം. വൈ യുവർ പ്രൊഡക്റ്റ് ഓർ സർവീസ്, ആ വൈക്കുള്ള ഒരു ഉത്തരം നിങ്ങൾ തന്നിരിക്കണം. ഓക്കെ, വൈ യുവർ കമ്പനി അല്ലെങ്കിൽ വൈ യുവർ സർവീസ് എന്നുള്ളതിന് ഉത്തരം മസ്റ്റായിരിക്കും. ലാസ്റ്റ് പോയിന്റ്, നിങ്ങൾ നല്ലൊരു സ്റ്റോറി ടെല്ലർ ആയിരിക്കും. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കണ്ടന്റിൽ ഓരോന്നും ഓരോ കഥ നിങ്ങൾ അങ്ങോട്ട് ഡെലിവർ ചെയ്യണം. എന്തുകൊണ്ടാണ് നിങ്ങൾ ഇത് തുടങ്ങിയത്, എന്തുകൊണ്ടാണ് ഇത് പ്രൊഡക്റ്റ് വാങ്ങിക്കേണ്ടത്, എങ്ങനെ ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്യാം, ഇങ്ങനെ പല രീതിയിലുള്ള കണ്ടന്റ് നിങ്ങൾ ഡെലിവർ ചെയ്യേണ്ടി വരും. ഓരോ കണ്ടന്റിലും നിങ്ങൾ നല്ലൊരു സ്റ്റോറി ഡെലിവർ ചെയ്യാൻ പറ്റണം. ഓക്കെ, ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ, ഈ ക്വാളിറ്റീസൊക്കെ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ യു ക്യാൻ ബി എ ഗുഡ് ഡിജിറ്റൽ മാർക്കറ്റേഴ്സ് ആൻഡ് മാർക്കറ്റേഴ്സ്. ഓക്കെ, ഇതേപോലെ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടൊന്ന് ഫോളോ ചെയ്ത് വെച്ചേക്കും.